നമ്മൾ ഈ ഒരുങ്ങി ഇറങ്ങി പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ ചോറ്റി അമ്പലത്തിലോട്ട്. ഇന്നിപ്പോ പ്രത്യേകിച്ച് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഉത്സവത്തിന്റെ കലാശക്കൊട്ടാണ്. അമ്പലം എടുക്കും തോറും ബ്ലോക്ക് ഇങ്ങനെ കൂടി വന്നോണ്ടിരിക്കുക. ഒരു സൈഡ് പിടിച്ച് ഘോഷയാത്ര ഇങ്ങനെ അമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കും. കുറച്ചധികം നേരം ബ്ലോക്കിൽ കിടന്നാലും നമ്മളും മറു സൈഡ് പിടിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവാം. തിരക്ക് കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഉത്സവങ്ങൾ തുടങ്ങുമ്പോൾ ഈ അമ്പലങ്ങളുടെ ഭംഗി അങ്ങ് വല്ലാണ്ട് അങ്ങ് കൂടും. സത്യമല്ല ഞാൻ പറഞ്ഞേ. നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് അങ്ങനെ ഇറങ്ങി. ഇവിടെ രണ്ടുപേര് ഫോട്ടോയ്ക്കുള്ള ഗംഭീര പോസിങ്ങില. ഇനിയിപ്പോ നമ്മൾ ഘോഷയാത്ര അമ്പലത്തിലോട്ട് വരാനുള്ള വെയിറ്റിംഗില. ഒരു ഇത്തിരി കഴിഞ്ഞപ്പോ ദേ വന്നു. ഇത് നമ്മുടെ ആദ്യത്തെ സെറ്റ് ചെണ്ടമേളക്കാരാട്ടോ. ഒന്നും രണ്ടും എണ്ണമൊന്നും അല്ല ഉള്ളത്. ഒരുപാട് ആളുള്ളത് കൊണ്ട് തന്നെ ഘോഷയാത്രയുടെ വലിപ്പവും അതുപോലെ തന്നെ. ഇതൊന്നും ഞാൻ ഇതേവരെ നേരിട്ട് ഉത്സവത്തിന് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാരും ഉണ്ട് കേട്ടോ. ദാ വരുന്നത് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചെണ്ടമേളക്കാര്. പിന്നെ മെല്ലെ മെല്ലെ ഘോഷയാത്രയുള്ള എല്ലാവരും ദേ എങ്ങനെ അമ്പലമുറ്റത്തോട്ട് വന്ന്. ഞാൻ ആദ്യം രണ്ട് ചെണ്ടമേളക്കാരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ. പക്ഷെ ഇത് വീണ്ടും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ദേ ഈ ഒരു സംഭവം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. കലാശക്കൊട്ടിന്റെ സമയമായപ്പോഴത്തേക്കും ചെണ്ടമേളക്കാരെല്ലാരും കൂടെ ഒന്നിച്ചങ്ങ് കൂടി കേട്ടോ. അങ്ങനെ ഇക്കൊല്ലത്തെ ഉത്സവം കൂടി നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോയേക്കുക. എന്തായാലും നല്ല കിടിലം കൊട്ടായിരുന്നു കേട്ടോ. ആകെപ്പാടെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു പ്രശ്നം. എന്തായാലും ആട്ടെ. എന്നാ പിന്നെ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ശരി എന്നാ, ഓക്കെ, ബൈ.